നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ പാലക്കാട് ജില്ലയിലെ തൃത്താല, തരൂർ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. പാലക്കാട് ജില്ലയുടെ തെക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ നിളയുടെ ഓളങ്ങൾ തഴുകിയുണർത്തുന്ന ചരിത്രവും ഐതിഹ്യവും കൈകോർക്കുന്ന തൃത്താല എന്ന മനോഹരമായ നിയോജക മണ്ഡലം. പറയിപറ്റ പന്തിരുകുലത്തിന്റെ കഥകൾ മുതൽ വി.ടി. ഭട്ടതിരിപ്പാടിനെ പോലെ നവോത്ഥാന നായകരുടെ കർമ്മഭൂമി വരെ തൃത്താലയുടെ മണ്ണ് സാംസ്കാരികവും ചരിത്രപരവുമായ ഒട്ടേറെ ഓർമ്മകൾ പേറുന്നു. പട്ടാമ്പി താലൂക്കിൽ ഉൾപ്പെടുന്ന ആനക്കര, ചാലിശ്ശേരി, കപ്പൂർ, നാഗലശ്ശേരി, പരുത്തൂർ, പട്ടിത്തറ, തിരുമിറ്റക്കോട്, തൃത്താല എന്നീ 8 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ നിയോജക മണ്ഡലം. കാർഷിക സംസ്കൃതിയുടെ പച്ചപ്പടിഞ്ഞ ഈ നാട് ഇന്ന് വികസനത്തിന്റെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രത്യേകിച്ച് കിഫ്ബി എന്ന കേരളത്തിന്റെ സ്വന്തം വികസന ധനസഹായ സംവിധാനത്തിലൂടെ തൃത്താലയുടെ ഗ്രാമ-നഗര വീഥികളിൽ, വിദ്യാലയങ്ങളിൽ, ആരോഗ്യ കേന്ദ്രങ്ങളിൽ, ഗതാഗത സൗകര്യങ്ങളിൽ എല്ലാം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മണ്ണിലേക്ക് എത്തുന്നത്. എന്തൊക്കെയാണ് തൃത്താലയുടെ ആധുനിക മുഖത്തിന് മിഴിവേകുന്ന ഈ പദ്ധതികൾ? എങ്ങനെയാണ് അവ ഈ നാടിന്റെ ഭാവിയെ കൂടുതൽ ശോഭനമാക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ അറിയാം. കേരള സർക്കാരിൻ്റെ അഭിമാനകരമായ പദ്ധതിയാണ് കിഫ്ബി. കിഫ്ബി ഒരു ബദൽ മാതൃക മുന്നോട്ട് വയ്ക്കുക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള വൻകിട പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 87,521 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന നടപ്പാക്കിയിട്ടുള്ളത്. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, റോഡുകൾ, പാലങ്ങൾ എന്നീ മേഖലകളിലും കിഫ്ബി വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 250 കോടിയിലേറെ രൂപയുടെ കിഫ്ബി പദ്ധതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയുടെ 25ാം വാർഷികാഘോഷങ്ങൾക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഒരു നാടിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. വർഷങ്ങളായി തൃത്താലയിലെ ജനങ്ങൾ നേരിട്ടിരുന്ന യാത്രാ ക്ലേശങ്ങൾക്ക് പരിഹാരം കാണുന്ന വലിയ പദ്ധതികളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ ക്രോസുകളിലെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പുകൾ, പുഴ കടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇടുങ്ങിയതും നിലവാരം കുറഞ്ഞതുമായ റോഡുകൾ, ഇവയെല്ലാം പുതിയ പഴങ്കഥകളാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റെയിൽവേ മേൽപ്പാലങ്ങൾ. കരിയന്നൂർ, സുശീലപ്പടി എന്നിവിടങ്ങളിലെ റെയിൽവേ ലൈനിന് മുകളിലൂടെ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ 33 കോടിയോളം രൂപയുടെ പദ്ധതി പുരോഗമിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ തീവണ്ടി കടന്നു പോകുമ്പോൾ അടച്ചിടുന്ന ഗേറ്റുകൾക്ക് മുന്നിലെ നീണ്ട കാത്തിരിപ്പ് ഒഴിവാക്കാനാകും. സമയലാഭം മാത്രമല്ല, സുരക്ഷയും ഉറപ്പാക്കും. തടസ്സമില്ലാത്ത യാത്ര വാണിജ്യപരമായ ആവശ്യങ്ങൾക്കും ഏറെ ഗുണകരമാകും. അതുപോലെ തൃത്താലയെയും സമീപ പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് മുതൽ ഷൊർണൂർ വരെയുള്ള റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ മെച്ചപ്പെടുത്തുന്നതിനും പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനുമായി കേരള റോഡ് ഫണ്ട് ബോർഡ് 13 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകി പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും കച്ചവടക്കാർക്കും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസേന ഉപകാരപ്പെടുന്ന ഒരു പ്രധാന പാതയാണ്. മണ്ഡലത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ കുറ്റനാട് ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 1.2 കോടി രൂപയുടെ പദ്ധതിയും KRFP നടപ്പിലാക്കുന്നു. ഇതിൻ്റെ പ്രാരംഭ തുക അനുവദിച്ചു കഴിഞ്ഞു. ഇത് കുറ്റനാട്ടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും. ഒപ്പം പടിഞ്ഞാറങ്ങാടി മണിയം പെരുമ്പലം റോഡിൻ്റെ നവീകരണത്തിനുള്ള പദ്ധതിയും സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുണ്ട്. എന്നാൽ ഗതാഗത രംഗത്ത് തൃത്താലയുടെ മാത്രമല്ല സമീപ മണ്ഡലങ്ങളുടെയും കൂടി സ്വപ്ന സാക്ഷാത്കാരമാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ കങ്കണംകടവിൽ നിർമ്മാണം പൂർത്തിയായി വരുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ്.
കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന ഏജൻസിയുടെ മേൽനോട്ടത്തിൽ കിഫ്ബി ധനസഹായത്തോടെ 125 കോടിയിലധികം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന ഈ പടുകൂറ്റൻ പദ്ധതിക്ക് ബഹുമുഖ ലക്ഷ്യങ്ങളാണുള്ളത്. ഇത് വെറും ഒരു പാലം മാത്രമല്ല, പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്റർ കൂടിയാണ്. ഇതുവഴി ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എളുപ്പത്തിൽ എത്താമെന്നതിന് പുറമെ വേനൽക്കാലത്ത് പുഴ വറ്റി വരളുന്നത് തടയാനും ജലസേചനത്തിനും കുടിവെള്ള പദ്ധതികൾക്കും ആവശ്യമായ ജലം സംഭരിക്കാനും സാധിക്കും. തൃത്താലയിലെയും പരിസരങ്ങളിലെയും കാർഷിക മേഖലയ്ക്ക് ഇതൊരു പുത്തൻ ഉണർവ് നൽകും. ഇതിനകം 98 കോടി രൂപയുടെ, അതായത് പദ്ധതിയുടെ സിംഹഭാഗം പ്രവർത്തനങ്ങളും പൂർത്തിയായി എന്നത് എത്ര വേഗത്തിലാണ് ഈ വികസന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് എന്നതിന്റെ തെളിവാണ്. അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകത്ത് തൃത്താലയ്ക്ക് തനതായ ഒരു സ്ഥാനമുണ്ട്. ആ പാരമ്പര്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് തൃത്താലയിലെയും പാലക്കാട് ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിലെയും സ്കൂളുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇവിടെ ഒറ്റപ്പെട്ട ചെറിയ പദ്ധതികൾക്ക് പകരം സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് വലിയ മുതൽ മുടക്കിൽ സമഗ്രമായ നവീകരണമാണ് നടക്കുന്നത്. നിരവധി പദ്ധതികളിലൂടെ തൃത്താല മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പുതിയ ഭാവം കൈവരിക്കുകയാണ്. പദ്ധതികളിലെല്ലാം അനുവദിച്ച തുകയുടെ വലിയൊരു ഭാഗം ഇതിനകം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു കഴിഞ്ഞു എന്നത് ഈ രംഗത്തെ വികസനത്തിന്റെ വേഗതയാണ് കാണിക്കുന്നത്. തകർന്നു വീഴാറായ പഴയ കെട്ടിടങ്ങൾക്ക് പകരം ആധുനികവും സുരക്ഷിതവുമായ പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ബോർഡുകളും ഇന്റർനെറ്റ് സൗകര്യങ്ങളുമുള്ള ഹൈടെക് ക്ലാസ് മുറികൾ, ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ മികച്ച ലാബുകൾ, അറിവിന്റെ വാതായനങ്ങൾ തുറക്കുന്ന ലൈബ്രറികൾ, വൃത്തിയുള്ള ശൗചാലയങ്ങൾ, ആകർഷകമായ ചുറ്റുമതിൽ, മികച്ച കുടിവെള്ള സൗകര്യം, ഇങ്ങനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഉയരുകയാണ്. ഇത് കുട്ടികൾക്ക് പഠിക്കാൻ മികച്ചൊരു അന്തരീക്ഷം നൽകുന്നതിനൊപ്പം പൊതുവിദ്യാഭ്യാസത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഈ മാറ്റം ദൃശ്യമാണ്. പാലക്കാട് ക്ലസ്റ്റർ 1 ഫേസ് 4 പദ്ധതിയുടെ ഭാഗമായി കിറ്റ്കോയുടെ നേതൃത്വത്തിൽ 8 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നു. ഇതിന്റെ ഗുണഫലങ്ങൾ തൃത്താലയിലെ വിദ്യാർത്ഥികൾക്കും ലഭിക്കും. മികച്ച ഭൗതിക സാഹചര്യങ്ങൾ പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനും ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായമാകും. പഠന മികവിനൊപ്പം തന്നെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും കായികക്ഷമതയ്ക്കും സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കുട്ടികളിലെയും യുവജനങ്ങളിലെയും കായിക വാസനകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് മികച്ച പരിശീലന സൗകര്യങ്ങൾ ഒരുക്കാനുമായി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ തിരുമിറ്റക്കോട് ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കായിക സൗകര്യങ്ങൾ ഒരുങ്ങുന്നത്. എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഉൾപ്പെടുന്ന ഈ സംയുക്ത പദ്ധതിക്കായി കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ കിഫ്ബി 15.6 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിനകം 11 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്നത് എത്ര വേഗത്തിലാണ് ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നത് എന്നതിന് തെളിവാണ്. വെറും കളിക്കളം എന്നതിലുപരി സിന്തറ്റിക് ട്രാക്കുകൾ, മികച്ച പവലിയൻ, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ഒരുങ്ങുമ്പോൾ അത് തൃത്താലയിലെ കായിക താരങ്ങൾക്ക് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും വലിയ അനുഗ്രഹമാകും. ഭാവിയിലെ കായിക താരങ്ങളെ വാർത്തെടുക്കാൻ ഈ സൗകര്യങ്ങൾ തീർച്ചയായും പ്രചോദനമാകും.
മാറ്റമുണ്ട് എന്ന വാഗ്ദാനം ഏറ്റവും അന്വർത്ഥമാകുന്നത് ആരോഗ്യ സംരക്ഷണ രംഗത്താണ്. കോവിഡ് മഹാമാരി നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലെ ഏത് ആരോഗ്യ അടിയന്തരാവസ്ഥയും നേരിടാൻ സജ്ജമാവുകയാണ് കേരളം. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതിക്ക് കിഫ്ബി പച്ചക്കൊടി കാട്ടി. 236 കോടി രൂപയുടെ ഈ പദ്ധതി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ് നടപ്പിലാക്കുന്നത്. തൃത്താല മണ്ഡലത്തിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലും ഈ സൗകര്യം ലഭ്യമാകുന്നതോടെ പകർച്ചവ്യാധികൾ പോലുള്ള സന്ദർഭങ്ങളിൽ വിദഗ്ധ ചികിത്സകൾക്കായി ദൂരെ പോകേണ്ട അവസ്ഥ ഒഴിവാകും. പ്രാദേശികമായി തന്നെ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തന്നെ പ്രധാനമാണ് മാനവ വിഭവശേഷി വികസനവും. നമ്മുടെ യുവജനങ്ങൾക്ക് പുതിയ കാലത്തിനനുസരിച്ചുള്ള തൊഴിൽ നൈപുണ്യം നൽകി മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ വർക്ക് നിയർ ഹോം എന്ന നൂതന പദ്ധതി ആവിഷ്കരിക്കുന്നത്. 27.5 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതി പ്രാദേശികമായി തന്നെ IT, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡാറ്റ എൻട്രി തുടങ്ങിയ ആധുനിക തൊഴിൽ മേഖലകളിൽ പരിശീലനം നൽകാനും അതുവഴി യുവതീ-യുവാക്കൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീടിനടുത്തോ വീടുകളിലിരുന്നോ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. തൃത്താലയിലെ യുവജനങ്ങൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഇത് തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനൊപ്പം നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഊർജം പകരും. ഗതാഗത കുരുക്കഴിക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങൾ, യാത്രാ ദുരിതം കുറയ്ക്കുന്ന നവീകരിച്ച റോഡുകൾ, കൃഷിക്കും കുടിവെള്ളത്തിനും കരുത്തേകുന്ന കങ്കക്കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന അഭിമാന പദ്ധതി, അറിവിന്റെ ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകൾ, കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന സ്റ്റേഡിയം, അടിയന്തര ഘട്ടങ്ങളിൽ താങ്ങാകുന്ന ആരോഗ്യ സൗകര്യങ്ങൾ, യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന നൈപുണ്യ വികസന പദ്ധതികൾ. ഇങ്ങനെ തൃത്താലയുടെ സമഗ്രമായ വളർച്ചയാണ് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതികൾക്കെല്ലാമായി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ കിഫ്ബി വഴി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പദ്ധതികളും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. പലതിനും അനുവദിച്ച തുകയുടെ വലിയൊരു പങ്കും ഇതിനകം വിനിയോഗിച്ചു കഴിഞ്ഞു. ഇത് വെറും കടലാസ പദ്ധതികളല്ല, മറിച്ച് മണ്ണിൽ യാഥാർത്ഥ്യമാകുന്ന വികസനത്തിന്റെ തെളിവാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാകുന്നതോടെ തൃത്താലയുടെ സാമൂഹിക, സാമ്പത്തിക, ഗതാഗത രംഗങ്ങളിൽ ഒരു പുതിയ ഉണർവ് ദൃശ്യമാകും. മികച്ച യാത്രാ സൗകര്യം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, പ്രാദേശികമായി തന്നെ ലഭിക്കുന്ന ആരോഗ്യ പരിരക്ഷ, കായിക പരിശീലനത്തിനുള്ള അവസരങ്ങൾ, വർദ്ധിച്ചു വരുന്ന തൊഴിൽ സാധ്യതകൾ, ഇവയെല്ലാം ചേർന്ന് തൃത്താലയുടെ ഭാവിയെ കൂടുതൽ ശോഭനവും സുരക്ഷിതവുമാക്കും. പാലക്കാട് ജില്ലയുടെ ഹൃദയഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തനത് ഗ്രാമീണ സംസ്കാരവും നാടൻ കലകളും കൊണ്ട് സമ്പന്നമായ തരൂർ നിയോജക മണ്ഡലം. പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ മണ്ഡലം കേരളത്തിന്റെ കാർഷിക ഭൂപടത്തിൽ തനതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ആലത്തൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന കണ്ണമ്പ്ര, കാവശ്ശേരി, കോട്ടായി, കുത്തന്നൂർ, പെരിങ്ങാട്ടുകുറിശി, പുതുക്കോട്, തരൂർ, വടക്കഞ്ചേരി എന്നീ 8 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് തരൂർ നിയോജക മണ്ഡലം. ഈ പഞ്ചായത്തുകളിലെല്ലാം കേവലം കാർഷിക പാരമ്പര്യത്തിന് മാത്രം ഒതുങ്ങി നിൽക്കാതെ വ്യവസായം, ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസന രംഗങ്ങളിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ന്. സംസ്ഥാന സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് കിഫ്ബി എന്ന വികസന മുന്നേറ്റത്തിൻ്റെ ചാലക ശക്തിയുടെയും പിന്തുണയോടെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഈ മണ്ണിൽ വേരുറപ്പിക്കുന്നത്. തരൂരിൻ്റെ നാളെ വാർത്തെടുക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവ ഈ നാടിൻ്റെ സാമൂഹിക, സാമ്പത്തിക ഘടനയിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? നമുക്ക് കൂടുതൽ വിശദമായി തന്നെ അറിയാം. കിഫ്ബി കേരളത്തിൻ്റെ അത്ഭുതമാണ്. കേരളത്തിലുടനീളം പശ്ചാത്തല വികസന മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ഇതിനോടകം തന്നെ സൃഷ്ടിക്കാൻ കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വികസനത്തോടൊപ്പം നിന്ന അസംബ്ലി മണ്ഡലമാണ് എൻ്റെ തരൂർ അസംബ്ലി മണ്ഡലം. പാലങ്ങളായാലും റോഡുകളായാലും വ്യവസായ പാർക്ക് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എൻ്റെ മണ്ഡലത്തിലും വന്നു. അതുകൊണ്ട് കൺമുന്നിൽ വികസന പ്രവർത്തനം യാഥാർത്ഥ്യമായ കിഫ്ബിയുടെ വികസന മുന്നേറ്റത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ
എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരു നാടിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് കേവലം കാർഷിക വൃത്തി മാത്രം മതിയാകില്ല. വ്യവസായങ്ങളുടെ വളർച്ച കൂടി അനിവാര്യമാണ്. പുതിയ വ്യവസായങ്ങൾ വരുന്നത് ആധുനിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും യുവജനങ്ങൾക്ക് മികച്ച ഭാവി നൽകുന്നതിനും നാടിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും കാരണമാകും. ഈ തിരിച്ചറിവിലാണ് സംസ്ഥാന സർക്കാർ ദീർഘവീക്ഷണത്തോടെയുള്ള വ്യവസായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അതിബൃഹത്തായ പദ്ധതിയുടെ ഗുണഫലങ്ങൾ പാലക്കാട് ജില്ലയ്ക്കും അതിൻ്റെ ഭാഗമായി തരൂർ നിയോജക മണ്ഡലത്തിനും ലഭിക്കാൻ പോവുകയാണ്. കേരളത്തിൻ്റെ വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ പ്രധാന ഏജൻസിയായ കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ കിൻഫ്രയുടെ നേതൃത്വത്തിൽ കണ്ണൂർ, പാലക്കാട് ജില്ലകളിലായി വ്യവസായ സംരംഭങ്ങൾക്കായി ഭൂമി ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനുള്ള ഒരു മെഗാ പ്രൊജക്റ്റിനാണ് സർക്കാർ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ പുതിയ വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ളവ വികസിപ്പിക്കുന്നതിനും വൻകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ആവശ്യമായ ഭൂമി കണ്ടെത്തി ഏറ്റെടുക്കുക എന്നതാണ് ലക്ഷ്യം. പാലക്കാട് ജില്ലയിൽ ഈ പദ്ധതിക്കായി കണ്ടെത്തുന്ന ഭൂമിയിൽ തരൂർ മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങൾ, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, ചെറുകിട ഇടത്തര സംരംഭങ്ങൾ എന്നിവയ്ക്ക് വലിയ സാധ്യതകളാണ് തുറന്നു കിട്ടുക. ഇത് തരൂരിലെ ആയിരക്കണക്കിന് യുവതീ-യുവാക്കൾക്ക് അവരുടെ വീടിനടുത്ത് തന്നെ മികച്ച തൊഴിൽ നേടാൻ അവസരമൊരുക്കും. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാൻ സഹായിക്കും. അനുബന്ധ മേഖലകളിൽ പുതിയ സംരംഭങ്ങൾക്ക് വഴിയൊരുക്കും. ചുരുക്കത്തിൽ തരൂരിൻ്റെ സാമ്പത്തിക ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു പദ്ധതിയാണിത്. വ്യവസായങ്ങൾ വരണമെങ്കിൽ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തണമെങ്കിൽ എന്തിനും ഏതിനും നല്ല യാത്രാ സൗകര്യം വേണം. ഗ്രാമീണ മേഖലയായ തരൂരിൽ മികച്ച റോഡുകളും പാലങ്ങളും ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു. ആ സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാർ കിഫ്ബിയുടെ പിന്തുണയോടെ. കേരള റോഡ് ഫണ്ട് ബോർഡ് വഴിയാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് പാലങ്ങളുടെ നിർമ്മാണമാണ്. ഒറ്റപ്പെട്ട തുരുത്തുകളെ കൂട്ടിയിണക്കാനും പുഴകളും തോടുകളും മുറിച്ചു കടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും പാലങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. തൊണ്ണാലിപ്പുഴയ്ക്ക് കുറുകെ ഇരിട്ടക്കുളം വാണിയമ്പാറ റൂട്ടിൽ നിർമ്മിച്ച പാലവും അറങ്ങാട്ടുകടവ് പാലവും ഇതിനകം തന്നെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. 20 കോടി രൂപയുടെ ഈ പദ്ധതിക്കായി 17.6 കോടി രൂപയിലധികം ചെലവഴിച്ചു എന്നത് നിർമ്മാണം പൂർത്തിയായി എന്നത് വ്യക്തമാക്കുന്നു. വരുന്നതിന് മുൻപ് വളരെയധികം ദൂരം ചുറ്റി സഞ്ചരിക്കേണ്ടിയിരുന്ന ഗ്രാമീണർക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും കർഷകർക്ക് അവരുടെ വിളകൾ അങ്ങാടിയിലെത്തിക്കാനും ഇത് ഏറെ സഹായകമാകും. ഇനി വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് നോക്കാം. പഴമ്പലക്കോട്, പണ്ടിക്കടവ്, കൊടത്തൂർ ഭാഗത്ത് പുതിയ പാലവും അനുബന്ധ റോഡും നിർമ്മിക്കുന്നതിനായി 15.8 കോടി രൂപയുടെ പദ്ധതിക്ക് സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. നിർമ്മാണത്തിനുള്ള തുക പൂർണ്ണമായി അനുവദിച്ചിട്ടില്ലെങ്കിലും പദ്ധതി അംഗീകരിക്കപ്പെട്ട സ്ഥിതിക്ക് സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ഉടൻ ആരംഭിക്കാനാണ് സാധ്യത. ഇത് പൂർത്തിയാകുമ്പോൾ ആ മേഖലയിലെ ഗതാഗതക്കുരുക്കിനും യാത്രാ ദുരിതത്തിനും ശാശ്വത പരിഹാരമാകും. അതുപോലെ മണ്ഡലത്തിലെ പ്രധാന റോഡുകളിലൊന്നായ കാടനി പഴമ്പലക്കോട് റോഡ് ഏകദേശം 8.7 കിലോമീറ്റർ ദൂരം മികച്ച നിലവാരത്തിൽ, അതായത് BM&BC ടാറിംഗ് നടത്തി നവീകരിക്കുന്നതിനായി 32.8 കോടി രൂപയുടെ മറ്റൊരു വലിയ പദ്ധതിക്കും സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്.
ഈ റോഡ് നവീകരിക്കുന്നതോടെ സുരക്ഷിതവും സുഗമവുമായ യാത്ര ഉറപ്പാകും. മികച്ച റോഡുകൾ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കുറയ്ക്കാനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഈ പദ്ധതിക്കും തുക അനുവദിച്ചിട്ടില്ലെങ്കിലും അംഗീകാരം ലഭിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ റോഡുകളും പാലങ്ങളും തരൂരിന്റെ സിരകളായി മാറി നാടിന്റെ വികസന രക്തയോട്ടം സുഗമമാക്കും. നാടിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ യുവതലമുറയുടെ വിദ്യാഭ്യാസമാണ്. ആ തിരിച്ചറിവോടെയാണ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത്. തരൂർ നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് ഇന്ന് പുതിയ മുഖം കൈവരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം പിന്നോട്ടു പോയിരുന്ന പല വിദ്യാലയങ്ങളും ഇന്ന് സ്വകാര്യ സ്കൂളുകളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. ഇതിന് പിന്നിലെ പ്രധാന ചാലകശക്തി കിഫ്ബിയാണ്. വെറും ക്ലാസ് മുറികൾ നന്നാക്കുക എന്നതിലുപരി ഒരു സമഗ്രമായ മാറ്റമാണ് ലക്ഷ്യമിടുന്നത്. സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് വലിയ തുകകൾ നിക്ഷേപിച്ച് മികച്ച ഏജൻസികളുടെ മേൽനോട്ടത്തിലാണ് ഈ നവീകരണം നടക്കുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, ബാപ്കോസ് തുടങ്ങിയ ഏജൻസികളാണ് നിർമ്മാണ ചുമതല. ഈ പദ്ധതികളിലെല്ലാം കൂടി കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വലിയൊരു ശതമാനം തുക ഇതിനകം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു കഴിഞ്ഞു എന്നത് ഈ വിദ്യാലയങ്ങളിലെ മാറ്റങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമായി എന്നത് വ്യക്തമാക്കുന്നു. മേൽക്കൂരകളും ഇടിഞ്ഞു പൊളിഞ്ഞ ചുമരുകളുമുള്ള പഴയ കെട്ടിടങ്ങൾക്ക് പകരം ആകർഷകമായ സുരക്ഷിതമായ പുതിയ കെട്ടിടങ്ങൾ, പ്രൊജക്ടറുകളും ഇന്റർനെറ്റ് സൗകര്യങ്ങളുമുള്ള ഹൈടെക് ക്ലാസ് മുറികൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ ആധുനിക ഉപകരണങ്ങളുള്ള ലാബുകൾ, അറിവിൻ്റെ വിശാലമായ ലോകം തുറന്നു തരുന്ന പുസ്തകങ്ങളുള്ള ലൈബ്രറികൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, ശുദ്ധമായ കുടിവെള്ളം, ഇങ്ങനെ ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഒരുങ്ങുകയാണ്. ഇത് കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക മാത്രമല്ല, അധ്യാപകർക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പഠിപ്പിക്കാനും രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് അയക്കാൻ പ്രചോദനമാവുകയും ചെയ്യുന്നു. ആരോഗ്യമുള്ള ജനത, ആരോഗ്യമുള്ള നാട്, ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത്. പകർച്ചവ്യാധികൾ പോലുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ നാം എപ്പോഴും സജ്ജരായിരിക്കണം. കോവിഡ് കാലഘട്ടം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണിത്. പ്രാദേശിക തലത്തിൽ തന്നെ മികച്ച ചികിത്സാ സൗകര്യങ്ങളും രോഗവ്യാപനം തടയാനുള്ള സംവിധാനങ്ങളും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഈ ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും പ്രധാന സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും 10 കിടക്കകളോട് കൂടിയ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളുമുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന 236 കോടി രൂപയുടെ ഈ ബൃഹത് പദ്ധതിയുടെ പ്രയോജനം തരൂർ നിയോജക മണ്ഡലത്തിനും ലഭിക്കും. ഇവിടുത്തെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലും അത്തരമൊരു ഐസൊലേഷൻ വാർഡ് സ്ഥാപിക്കപ്പെടും. ഇത് നിലവിലുള്ള സൗകര്യങ്ങളുടെ ഒരു നവീകരണം കൂടിയാണ്. പ്രത്യേകമായി രോഗികളെ മാറ്റിപ്പാർപ്പിച്ച് ചികിത്സ നൽകാനും രോഗവ്യാപനം തടയാനും ഇത് സഹായിക്കും. വെന്റിലേറ്റർ സൗകര്യം, ഓക്സിജൻ ലഭ്യത തുടങ്ങിയ ജീവൻ രക്ഷാ സംവിധാനങ്ങളും ഇത്തരം വാർഡുകളിൽ ഉറപ്പാക്കും. ഇത് അടിയന്തര ഘട്ടങ്ങളിൽ വിദഗ്ധ ചികിത്സകൾക്കായി ദൂരെയുള്ള വലിയ ആശുപത്രികളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. സാധാരണക്കാർക്ക് താങ്ങും തണലുമായി പ്രാദേശികമായി തന്നെ മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ സർക്കാർ ചെയ്യുന്നത്. ബിരുദങ്ങളും ഡിപ്ലോമകളും നേടുന്നതിനപ്പുറം ഇന്നത്തെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ നൈപുണ്യം നേടുക എന്നത് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും വിദ്യാഭ്യാസവും തൊഴിൽ കമ്പോളത്തിലെ ആവശ്യങ്ങളും തമ്മിൽ ഒരു വിടവ് നിലനിൽക്കാറുണ്ട്.
ഈ വിടവ് നികത്തി നമ്മുടെ യുവതി യുവാക്കളെ പുതിയ കാലഘട്ടത്തിലെ തൊഴിലുകൾക്ക് സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ വർക്ക് നിയർ ഹോം എന്ന നൂതന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. 27.5 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ തരൂർ പോലുള്ള ഗ്രാമീണ മേഖലകളിലെ യുവജനങ്ങൾക്ക് പ്രാദേശികമായി തന്നെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും മറ്റ് തൊഴിൽ മേഖലകളിലും പരിശീലനം നേടാൻ അവസരം ലഭിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ അനാലിസിസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, അക്കൗണ്ടിംഗ്, സോഫ്റ്റ്വെയറിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനമാണ് കെഡിസ്ക് ലക്ഷ്യമിടുന്നത്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് മികച്ച കമ്പനികളിൽ ജോലി നേടാൻ സഹായിക്കുന്നതിനൊപ്പം വീടിനടുത്തുള്ള സ്ഥാപനങ്ങളിലോ ഫ്രീലാൻസായോ അല്ലെങ്കിൽ സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിച്ചോ വരുമാനം കണ്ടെത്താനുള്ള സാധ്യതകളും ഈ പദ്ധതി തുറന്നു തരും. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകൾക്ക് വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും തൊഴിൽ ചെയ്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ഇത് വലിയ പ്രചോദനമാകും. തരൂരിലെ യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഈ പദ്ധതി സഹായിക്കുമെന്നതിൽ സംശയമില്ല. തരൂർ നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. കാർഷിക പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഈ നാട് ഇന്ന് വികസനത്തിൻ്റെ പുതിയ പാത വെട്ടിത്തുറക്കുന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് നമ്മൾ കണ്ടത്. സംസ്ഥാനത്തിൻ്റെ തന്നെ വ്യാവസായിക ഭൂപടത്തിൽ ഇടം നേടാൻ സാധ്യത നൽകുന്ന 10,000 കോടിയുടെ കിൻഫ്ര പദ്ധതി, ഗ്രാമീണ റോഡുകൾക്ക് പുതുജീവൻ നൽകുന്ന പാലങ്ങളും റോഡ് നവീകരണ പദ്ധതികളും, അറിവിൻ്റെ ദീപശിഖയേന്താൻ പ്രാപ്തമാക്കുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വിദ്യാലയങ്ങൾ, പ്രാദേശികമായി തന്നെ മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ഐസൊലേഷൻ വാർഡുകൾ, യുവതലമുറയ്ക്ക് തൊഴിൽ നൈപുണ്യം നൽകുന്ന നൂതന പദ്ധതികൾ, ഇവയെല്ലാം ചേരുമ്പോൾ തരൂരിൻ്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷകൾക്ക് വകയുണ്ട്. ഈ പദ്ധതികളിൽ പലതും കിഫ്ബി എന്ന വികസന എഞ്ചിൻ്റെ പിൻബലത്തോടെയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. നാം കണ്ട പട്ടികയിലെ പദ്ധതികൾക്കായി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പല പദ്ധതികളുടെയും നിർമ്മാണം പുരോഗമിക്കുന്നു. ചിലത് പൂർത്തിയായി കഴിഞ്ഞു, മറ്റു ചിലത് അംഗീകാരം ലഭിച്ച് നിർമ്മാണം ആരംഭിക്കാനായി കാത്തിരിക്കുന്നു. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമാകുന്നതോടെ തരൂർ മണ്ഡലത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് അത് തുടക്കം കുറിക്കും. വ്യവസായങ്ങൾ വരുന്നതോടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ, മികച്ച റോഡുകൾ നൽകുന്ന യാത്രാ സൗകര്യം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടുന്ന പുതിയ തലമുറ, മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ, ഇവയെല്ലാം തരൂരിലെ ഓരോ പൗരൻ്റെയും ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കും. മാറ്റത്തിൻ്റെ ഈ കാറ്റ് തരൂരിനെ കൂടുതൽ സമൃദ്ധിയിലേക്കും പുരോഗതിയിലേക്കും നയിക്കുമെന്നുറപ്പാണ്. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.